നമസ്തേ ബച്ചോ, സബ് ടീക്ക് ഹേ നാ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഭക്ഷണം കഴിച്ചോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു കഥയല്ലേ? കഥാ കാ നാം ക്യാ ഹേ? കഥയുടെ പേരെന്തായിരുന്നു? കഥയുടെ പേര് ആരാ പറയാ? പറഞ്ഞേ. ഏക് ദൗഡ് ഐസിഫി. എന്താണ്? ഏക് ദൗഡ് ഐസിഫി എന്നായിരുന്നു അല്ലേ? എന്താ അതിന്റെ അർത്ഥം? കൂട്ടുകെട്ടല്ലേ? നമ്മൾ ആ കഥയിൽ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. കൂട്ടുകെട്ടിനെ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ദോസ്തി. ദോസ്തി എന്നാണ് കൂട്ടുകെട്ടിനെ ഹിന്ദിയിൽ പറയുന്നത്. നമ്മൾ ഇന്നും ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഥാ കാ നാം ക്യാ ഹേ? ഏത് കഥയെന്നറിയാമോ? രാജാ കാ ദർവാസ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ മക്കളെ? രാജാവിന്റെ വാതിൽ. രാജാവിന്റെ വാതിൽ. പേരൊന്നുകൂടെ പറഞ്ഞേ. രാജാ കാ ദർവാസ. കണ്ടോ? കഥാ കാ നാം ക്യാ ഹേ? കഥയുടെ പേരെന്താണ്? രാജാ കാ ദർവാസ. രാജാവിന്റെ വാതിൽ. മക്കളെ എല്ലാരും ഒന്നുകൂടെ പറഞ്ഞേ. നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് രാജാ കാ ദർവാസ, രാജാവിന്റെ വാതിൽ. യഹ് കഹാനി കിസ്നെ ലിഖാ ഹേ? ഈ കഥ ആരാണ് എഴുതിയെന്നറിയാമോ? സുബീർ ശുക്ല. സുബീർ ശുക്ല എന്ന ആളാണ് ഈ കഥ എഴുതിയത്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഈ പാഠഭാഗം ആരാണ് എഴുതിയെന്നറിയാമോ? യഹ് കഹാനി കിസ്നെ ലിഖാ ഹേ? ആരാണ് ഈ പാഠഭാഗം എഴുതിയത്? സുബീർ ശുക്ല. സുബീർ ശുക്ല എന്ന ആളാണ് ഈ പാഠഭാഗം എഴുതിയത്. നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. നോക്കിയേ, എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. राजा का दरवाज़ा। एक द राजा, उसने चाहा कि उसके महल में एक ऐसा दरवाज़ा हो जिससे सिर्फ वही घुस पाए। कोई और नहीं। उसने अपने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनाकर दो जो मेरी ही शक्ल देखने पर खुले, ताकि उससे सिर में ही घुस पाऊँ, कोई और नहीं. കേട്ടല്ലോ? ടീച്ചർ അതിന്റെ അർത്ഥം പറഞ്ഞു തരട്ടെ. ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചു എന്തെന്നാൽ തനിക്ക് ഒരു വാതിൽ വേണം. രാജാവിനല്ലാതെ ആ വാതിലിലൂടെ മറ്റാർക്കും കടക്കാൻ പാടില്ല. അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു വാതിൽ ഉണ്ടാക്കി തരണം. എൻ്റെ രൂപം കാണുമ്പോൾ മാത്രമേ ആ വാതിൽ തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ മന്ത്രി വാതിലുണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പാരഗ്രാഫാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. मंत्री ने एक ऐसा ही दरवाज़ा बनवाया। तब राजा ने सबको बुलाकर कहा, है कोई जो घुस सकता है इस दरवाजे से? മന്ത്രി അങ്ങനെ ഒരു വാതിലുണ്ടാക്കി. രാജാവ് എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ആർക്കെങ്കിലും ഈ വാതിലിലൂടെ അകത്ത് കടക്കാൻ പറ്റുമോ എന്ന്. കേട്ടോ മക്കളെ? എന്താ രാജാവ് ചോദിച്ചത്? രാജാവ് പറഞ്ഞതുപോലെ രാജാവിന് മാത്രം കടക്കാൻ പറ്റുന്ന ഒരു വാതിൽ ആരുണ്ടാക്കി? മന്ത്രി. ആ മന്ത്രി വാതിലുണ്ടാക്കിയപ്പോൾ രാജാവ് എന്താ ചെയ്തേ? എല്ലാവരെയും വിളിച്ചു. വിളിച്ചിട്ട് എന്താ ചോദിച്ചേ? ആർക്കെങ്കിലും ഈ വാതിലിലൂടെ അകത്ത് കടക്കാൻ പറ്റുമോ എന്ന്. മനസ്സിലായോ മക്കളെ? एक आदमी आया, उसके हाथ में राजा की तस्वीर दी। तस्वीर में राजा की शक्ल देखकर दरवाज़ा खुल गया। राजा गुस्से में बाल खिंचिदा रह गया. അങ്ങനെ ഒരാൾ വന്നു. രാജാവിന്റെ ചിത്രം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ചിത്രം കണ്ടപ്പോൾ വാതിൽ തുറന്നു. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് ദേഷ്യം കൊണ്ട് തൻ്റെ തലമുടി പിടിച്ചു വലിച്ചു. മനസ്സിലായോ മക്കളെ? രാജാവ് ഈ വാതിൽ തുറക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ഒരാൾ വന്നു. അയാൾ എങ്ങനെയാ വന്നത്? അയാളുടെ കയ്യിൽ രാജാവിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. ചിത്രം കണ്ടതും വാതിൽ തുറന്നു. വാതിൽ തുറന്നു. രാജാവിന് ദേഷ്യവും വന്നു. രാജാവ് എന്താ ചെയ്തേ? തൻ്റെ
തലമുടി പിടിച്ച് വലിച്ചു. മനസ്സിലായോ? राजा ने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ मेरी ही आवाज़ से खुले. മക്കളെ, നമുക്ക് നാലാമത്തെ പാരഗ്രാഫ് ഒന്ന് നോക്കിയാലോ. രാജാവ് എന്താ ചെയ്തേ? മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു വാതിൽ വേണം. എങ്ങനെയെന്നാൽ രാജാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം ആ വാതിൽ തുറക്കണം. മനസ്സിലായോ മക്കളെ? രാജാവ് ആദ്യം എന്താ പറഞ്ഞത്? രാജാവിന്റെ രൂപം കാണുമ്പോൾ തുറക്കുന്ന ഒരു വാതിൽ മന്ത്രിയോട് ഉണ്ടാക്കാൻ പറഞ്ഞു. മന്ത്രി എന്താ ചെയ്തേ? അങ്ങനെ ഒരു വാതിൽ ഉണ്ടാക്കി. അപ്പോൾ എന്താ സംഭവിച്ചേ? ഒരാൾ വന്നു രാജാവിന്റെ ചിത്രവുമായിട്ടാണല്ലേ. രാജാവിന്റെ ചിത്രം കണ്ടപ്പോൾ എന്ത് ചെയ്തു? വാതിൽ തുറന്നോ? വാതിൽ തുറന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? രാജാവിന് ദേഷ്യം വന്നു. രാജാവ് തലമുടിയെല്ലാം പിടിച്ച് വലിച്ചു അല്ലേ. പിന്നെ എന്താ പറ്റിയേ? അതിനുശേഷം എന്താ പറ്റിയത്? രാജാവ് വീണ്ടും മന്ത്രിയെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? എനിക്ക് ഒരു വാതിൽ കൂടി ഉണ്ടാക്കണം. അതെങ്ങനെയുള്ളതായിരിക്കണം? എന്റെ ശബ്ദം, അത് ആരുടെയാ? രാജാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം തുറക്കുന്നതായിരിക്കണം അല്ലേ. അങ്ങനെ മന്ത്രി വാതിലുണ്ടാക്കാൻ തുടങ്ങി. मंत्री ने ऐसा दरवाज़ा बनवाया. राजा ने फिर सबको बुलाकर पूछा, है कोई जो घुस सकता है इस दरवाजे से? മക്കളെ, നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് വാക്കുകൾ കണ്ടു അല്ലേ. ഏതൊക്കെയാ വാക്കുകളെന്ന് നോക്കാമോ? നോക്കിയേ. രാജ, രാജാവ്. മഹൽ, കൊട്ടാരം. ദർവാസ്, വാതിൽ. മനസ്സിലായോ? രാജ, രാജാവ്, മഹൽ, കൊട്ടാരം, ദർവാസ്, വാതിൽ. ഓക്കെ.